ജയിൽ ചാടാനായി ആരൊക്കെ സഹായിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വരാനായി ഗോവിന്ദചാമിയെ വീണ്ടും ചോദ്യം ചെയ്യും. വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച് ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. കോടതിയുടെ അനുമതിയോടെയാകും വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുക. ജയിൽ ചാടാനായി ആരൊക്കെ സഹായിച്ചു, വിവരങ്ങൾ ആരൊക്കെ അറിഞ്ഞു എന്നത് ഏറെ നിർണായകമാണ്. ജയിൽ ചാടുന്നതിന് മുൻപ് ഫോണിൽ സംസാരിച്ച ഷെൽവത്തെയും പോലീസ് ചോദ്യം ചെയ്യും. ജയിലിലെ 4 തടവുകാർക്ക് ജയിൽ ചാട്ടത്തെപ്പറ്റി മുൻപേ തന്നെ അറിയാമായിരുന്നു. അതിനാൽ സഹതടവുകാരായ തേനി, സുരേഷ് ഹാബ്, സാബു, വിശ്വനാഥൻ എന്നിവരെയും ചോദ്യം ചെയ്യും. കണ്ണൂർ സിറ്റി പോലീസ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ തെളിവുകൾ വിലയിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചത്. പുലർച്ചെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഗോവിന്ദചാമിയെ കാണാതായി എന്ന് മനസ്സിലാക്കുന്നത്. അതീവ സുരക്ഷാ ജയിലിൽ 10-ാം ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദചാമി ചാടിപ്പോയത്. പിന്നീട് തളാപ്പിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിനുള്ളിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തിയത്. കിണറ്റിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു ഗോവിന്ദചാമി.